ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണു ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ചന്ദ്രബോസ് സാറിനെ കാണിക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നസീറിനെയും ഗുണ്ടകളെയും അങ്ങോട്ട് കൂട്ടിയിട്ട് വരികയാണ്. ചന്ദ്രബോസ് അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടെന്ന് പരാതി തന്നിട്ടില്ലേ, ആ പൈസ മോഷ്ടിച്ചത് ഇവന്റെ ആൾക്കാരാണെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇവന്റെ മാമയാണെങ്കിൽ ഉപദ്രവിച്ചിട്ട് തല പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നസീറാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ്. നിനക്ക് മാത്രം അത് മനസ്സിലായാൽ മതിയോ, ഞങ്ങൾക്ക് വ്യക്തമാകേണ്ടേ? അത് മാത്രമല്ല, പോലീസിന്റെ മണി നീ എപ്പോ തൊട്ടാണ് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നു. നീ തന്നെ പരാതി തന്നിട്ട് നീ തന്നെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരികയാണോ എന്നൊക്കെ ചോദിക്കുന്നു. നസീർ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൂട്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയാണ്. നസീറിന്റെ അച്ഛന്റെ പേര് പറയുന്നുണ്ട്. പേര് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ടാണ് നിന്റെ അച്ഛനെന്ന്, ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ കൂടാറുള്ളതാണെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഈ പയ്യനെ എനിക്കറിയാവുന്നതാണ്, മാന്യമായ ആൾക്കാരെയൊക്കെ നീ പിടിച്ചുകൊണ്ട് വരികയാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ചന്ദ്രബോസ് നസീറിനോട് പറയുന്നുണ്ട്, നീ വീട്ടിൽ പൊക്കോളാം എന്ന്, ഇവിടുത്തെ പോലീസ് ജീപ്പിൽ നിന്നെ കയറ്റി വിട്ടേക്കാമെന്നൊക്കെ പറയുന്നു. നസീറും കൂട്ടരും വിഷ്ണുവിനെ രൂക്ഷമായി നോക്കിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. വിഷ്ണുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഇപ്പൊ വാദി പ്രതിയായത് കണ്ടോ, അതാണ് പോലീസിന്റെ ഗുണമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, പോലീസ് നിഷ്പക്ഷമായിട്ടാണ് പെരുമാറേണ്ടത്, അല്ലാതെ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നൊക്കെ. ചന്ദ്രബോസിന്റെ തൊപ്പി തെറിപ്പിക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്ണു പറയുന്നുണ്ട്, ആ നസീറിനെ കൊണ്ട് കുറ്റമെല്ലാം ഞാൻ സമ്മതിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സുസ്മിതയും ചന്ദ്രബോസിനെയും അതുപോലെ രാഘവൻ നായരുടെ സഹോദരനെയുമാണ്. രാഘവൻ നായരുടെ സഹോദരൻ ഒരുപാട് ദേഷ്യത്തിലാണ്. ആ രോഹിത്തിന്റെ പേരിലുള്ള വീട് എനിക്ക് വിറ്റേ പറ്റത്തുള്ളൂ, രോഹിത് ഇങ്ങനെ കാലുമാറുമെന്ന് ഞാൻ കരുതിയില്ല, എന്റെ പൈസയാണ് നഷ്ടമാകുന്നതെന്നൊക്കെ പറയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സുസ്മിതയോടും ചന്ദ്രബോസിനോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, അവൻ അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ എന്നൊക്കെ. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും അത് തിരിച്ചെഴുതി വാങ്ങണമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് രാഘവൻ നായർ റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ മുന്നിൽ ചെന്ന് ചാടുന്നുണ്ട്. അയാൾ വഴക്ക് പറയുന്നുണ്ട്. വീണ്ടും വേറെ ഒരു ബൈക്കിന്റെ മുന്നിൽ ചെന്ന് ചാടുന്നുണ്ട്. അയാളും വഴക്ക് പറയുന്നുണ്ട്. വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് രോഹിത് ഓട്ടോയിൽ വന്നുകൊണ്ടിരുന്നത്. ഓട്ടോയിൽ വെച്ച് രോഹിത് ആണെങ്കിൽ രാഘവൻ നായരെ കാണുന്നുണ്ട്. രോഹിത് ഓട്ടോ നിർത്തിയിട്ട് രാഘവൻ നായരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛാ വാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രാഘവൻ നായർ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന്. രോഹിത് അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ എന്റെ കൂടെ വന്ന്. രോഹിത് അച്ഛനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നൂറാണെങ്കിൽ ബാപ്പച്ചിയുടെ അടുത്ത് ഇരിക്കുകയാണ്. നൂറ് ബാപ്പച്ചിയോട് പറയുന്നുണ്ട്, ബാപ്പച്ചിക്ക് ശരിയാകുമില്ല, ബാപ്പച്ചിയെ ഏൽപ്പിച്ചിട്ടല്ലേ എന്റെ അമ്മ പോയത്, ബാപ്പച്ചിക്കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാണുള്ളതെന്നൊക്കെ പറയാണ്. ആ സമയത്ത് അനൂപ് അവിടേക്ക് വരുന്നുണ്ട്. അനൂപ് പറയുന്നുണ്ട്, താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്താവശ്യത്തിന് ഞാനുണ്ട്, അത് മാത്രമല്ല നമുക്ക് അച്ഛനെ വേണമെങ്കിൽ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമെന്നൊക്കെ പറയാണ്. ആ സമയത്ത് ബാപ്പച്ചിയുടെ പെങ്ങൾ അവിടേക്ക് വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്റെ ഇക്കായ്ക്ക് എന്തു പറ്റി, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അനൂപ് അപ്പോൾ വെളിയിലേക്ക് പോകുന്നുണ്ട്. അനൂപിനെ കാണുന്നുണ്ട് നസീർ അപ്പോൾ അനൂപിനോട് ചോദിക്കുന്നുണ്ട്, നീ ഉണ്ടായിരുന്നു ഇവിടെ, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ. നസീറും ബാപ്പച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നൂറ് ബാപ്പച്ചിയുടെ പെങ്ങളോട് പറയുന്നുണ്ട്, ബാപ്പച്ചി ആ ബാത്റൂമിൽ ഒന്ന് വീണതാണ്, അങ്ങനെയാണ് തല പൊട്ടിയതെന്ന്. നൂർ പറയുന്നത് കേട്ടിട്ട് പെങ്ങള് പറയാണ്, അങ്ങനെയല്ലല്ലോ ഇവൻ എന്നോട് പറഞ്ഞത്, ആരോ അപകടപ്പെടുത്തിയതാണെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് നൂറ് പറയുന്നുണ്ട്, നസീറക്കയല്ലേ കണ്ടത്, നസീറക്കയോട് തന്നെ ചോദിച്ചോളാം എന്നൊക്കെ പറയാണ്. നസീർ അപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. നസീറിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ നസീറിനോട് കുറച്ച് സ്നേഹത്തോടു കൂടി പെരുമാറിക്കൂടെ, ഇനി നിങ്ങളെയൊക്കെ നോക്കേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ, അവനല്ലേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കാണ്. അവനെ കുറിച്ച് ദേഷ്യമൊക്കെ ഉള്ളതല്ലേ, നിനക്കറിയില്ല എന്നൊക്കെ പറയുന്നു. നസീർ വെളിയിൽ ചെല്ലുമ്പോൾ വീണ്ടും അനൂപിനെ കാണുകയാണ്. നസീർ അപ്പോൾ ചോദിക്കുകയാണ്, നീ ഇതുവരെയും പോയില്ലേ എന്നൊക്കെ. അനൂപ് അപ്പോൾ പറയുന്നുണ്ട്, പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്നൊക്കെ പറയുന്നു. നസീർ അപ്പോൾ പറയുന്നുണ്ട്, നീ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതെന്നൊക്കെ, നൂറും ഇങ്ങനെ പെരുമാറുന്നത് നീ കാരണമാണെന്നൊക്കെ പറയുന്നു. നസീർ അപ്പോൾ ദേഷ്യത്തോടെ അനൂപിന്റെ കഴുത്തിൽ പിടിക്കുകയാണ്. അനൂപ് അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ പോലെ ഒന്നും പെരുമാറത്തില്ല എന്നൊക്കെ. അനൂപ് അപ്പോൾ പറയുന്നുണ്ട്, അവൾ ഒരു നല്ല കുട്ടിയാണെന്ന്, നിന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.